ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതേ ഞാൻ എൻ്റെ സ്കെച്ച് ബുക്ക് എടുത്തപ്പോൾ അതിലൊരു പേപ്പർ പീസ് കിടക്കുന്ന കണ്ടു. കുറച്ച് 120 or 150 GSM തിക്നെസ് ഉള്ള ഒരു പേപ്പറാണ്. ആ ഒരു സ്കെച്ച് ബുക്കിലെ തന്നെ പേജാണ്. അത് എന്തിനോ ആവശ്യത്തിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബാക്കിയാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വാളിൽ സ്റ്റിക്ക് ചെയ്യാൻ എന്തെങ്കിലും കാർഡ് പോലെ മേക്ക് ചെയ്യാന്ന്. അങ്ങനെ അതിനെ 4 പീസസ് ആക്കി കട്ട് ചെയ്തു. അതിൽ 3 ഞാൻ ചെയ്യുന്നത്. 4 ചെയ്യുന്നില്ല, 3 ചെയ്യുന്നത്. അങ്ങനെ ഈ സ്കെച്ച് പെന്ന് പെയിൻറ്റൊക്കെ എടുത്ത് പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ സ്കെച്ച് പെന്നാണ് എളുപ്പം എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തു. അങ്ങനെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ചെയ്യുമ്പം ചെറുതായിട്ട് ഇങ്ങനെ പേപ്പർ ഇങ്ങനെ ഒരു വെറ്റായിട്ട് ഇങ്ങനെ ചുരുണ്ട് പോരുമല്ലോ, അതുപോലെ പോരുന്നൊക്കെ ഉണ്ട്. എന്നാലും വേണ്ടില്ല, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു ഷെയ്ഡിലുള്ള സ്കെച്ച് പെന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു ഷെയ്ഡും പിന്നെ ഒരു പിങ്കും പിന്നെ യെല്ലോയും, ഈ ഒരു മൂന്ന് കളറിൻ്റെ കോമ്പിനേഷനിലാണ് ഞാൻ ഈ 3 പേപ്പേഴ്സും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ബോഹോ ആർട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന പോലെയാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഇതുവരെ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഈ ഒരു തീമിൽ ചെയ്ത് നോക്കിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഞാനും ചെയ്യുന്നത്. ഈ ഒരു ബോഹോ തീമിൽ ഞാൻ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ബോഹോ തീമിൽ ചെയ്യുന്ന ആ ഒരു വീഡിയോക്കാണ് എനിക്ക് ഷോർട്സിൽ 22K അങ്ങനെ അങ്ങാണ്ട് ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റായിട്ട്. ഏതായാലും അതൊക്കെ ഓർത്തുകൊണ്ട് ഇതേ ഞാനിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പേപ്പർ കഴിഞ്ഞു. സെക്കൻഡ് പേപ്പറിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു റെയിൻബോ എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം ആ ഒരു രൂപത്തിൽ ഇങ്ങനെ 3 കളേഴ്സും വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ വല്ലാണ്ട് ആർഭാടമൊക്കെ നോക്കുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു പേപ്പർ ഈ സെക്കൻഡ് ടൈം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പേപ്പർ പീസ് ഞാൻ അവസാനം ജെൽ പെന്ന് വെച്ചിട്ടൊരു വര വരച്ചതൊന്നായിട്ട് കോളാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അത് നിങ്ങൾക്ക് കാണാം. അപ്പം എൻ്റെ തേർഡ് പീസും ഞാൻ ആ ഒരു ഫസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ ഒരു റാൻഡം ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ആ ഒരു 3 കളേഴ്സും വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെയ്യാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എന്തോ പെയിൻ്റ് എടുത്ത് ചെയ്യണതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഭയങ്കര മടിയാണ്. ഇപ്പോൾ ഈ പഴയ പോലെ റൊട്ടീൻസും ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റണില്ല. ഈ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരണം. കുറച്ച് റൊട്ടീൻസും അതുപോലെ പ്ലാനിങ്ങും ഒക്കെ തിരിച്ച് കൊണ്ടുവരാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യമായിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇതേ 3 പേപ്പേഴ്സും ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ജെൽ പെന്ന്, ബ്ലാക്ക് ഇങ്ക് ജെൽ പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ലീഫ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതങ്ങനെ സംഭവമാക്കി പ്ലാൻ ചെയ്ത് വരയ്ക്കാൻ മാത്രമുള്ള ലീഫൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ജെൽ പെന്ന് വെച്ചിട്ട് അങ്ങനെ വരച്ച് കൊടുത്തിട്ടുള്ള ലീഫാണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഒരു കൈ പോകുന്നത് ഹിലു ബേബിൻ്റെ കൈയാണ് കേട്ടോ. അവനെ ഞാനിത് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെതായ രീതിയിൽ എന്തൊക്കെയോ വേറെ പേപ്പർ എടുത്തിട്ട് A4 ഷീറ്റ് എടുത്തിട്ട് അങ്ങനെ വരയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഓയിൽ പേസ്റ്റൽസൊക്കെ വെച്ചിട്ട്. അപ്പോൾ സൈഡിലിരുന്നുകൊണ്ട് അവൻ്റെ പണിപ്പുരയിലാണ്. അങ്ങനെ ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മാച്ചായിട്ടുള്ളൊരു പിക്ചർ എന്നുള്ള നിലയ്ക്ക് ഞാനിങ്ങനെ വരച്ചു കൊടുത്തതായിരുന്നു. പക്ഷെ അത് എന്തോ വൃത്തികേടായിപ്പോയി ഞാനത് വരച്ചപ്പോൾ. ഞാനിപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഞാനത് വരച്ച് വന്നപ്പോൾ വേറെ എന്തൊക്കെയോ ആയി. അങ്ങനെ ഒരുവിധം ഞാനതിന് വലിയ ബോറില്ലാത്ത രീതിയിൽ, ബോറില്ലാന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബോറില്ലാന്ന് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് ബോറായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം. അതിൻ്റെ മേലെ കുറച്ച് ലീഫും ഒക്കെ വരച്ചു കൊടുത്തപ്പോൾ എനിക്ക് വലിയ ബോറില്ലാന്ന് എനിക്കിങ്ങനെ തോന്നി. ആ ഒരു ഏകദേശം ചുമരിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ മടുക്കും. അപ്പോൾ ഞാനിതൊക്കെ ചുമരുന്നെടുത്ത് മാറ്റും. പിന്നെ ഇതുപോലെ എന്തെങ്കിലും അൽക്കുലത്ത് വരച്ചുകൊണ്ട് പിന്നെ ഒട്ടിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും ഒരുപാട് കാലമൊന്നും ഇത് ചുമരിൽ വയ്ക്കാൻ പോകുന്നില്ല. അത് ഏതെങ്കിലും ഫയലിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചുരുണ്ട് കൂടും പിന്നെ. അപ്പോൾ കുറച്ച് കാലം അതങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഏകദേശം ഒരു വൃത്തികേടില്ലാത്ത രീതിയിൽ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ തേർഡ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു ലൈനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലവർ, ജസ്റ്റ് സിമ്പിൾ ഫ്ലവറായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഞാൻ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.